പ്ലസ് ടു കഴിഞ്ഞിട്ട് പല കുട്ടികളും ചൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡി കോഴ്സാണ് ACCA. ACCAയിൽ നോക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, നമ്മളുടെ ഇന്ത്യൻ കോഴ്സസ് പോലെ ഒരുപാട് പേപ്പേഴ്സ് ഒന്നിച്ചെഴുതാൻ എന്നുള്ളൊരു കണ്ടീഷൻ ഇല്ല. ഇൻസ്റ്റെഡ് അവിടെ ഫ്ലെക്സിബിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേപ്പർ പഠിക്കാം, അത് എക്സാം എഴുതാം, എന്നിട്ട് അടുത്ത പേപ്പർ എടുക്കാം. ഇറ്റ്സ് ഫ്ലെക്സിബിൾ. ഈ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഈ ഒരു കോഴ്സിനെ സത്യത്തിൽ ഇത്രയും ട്രെൻഡി ആയിട്ടുള്ള കോഴ്സാക്കി മാറ്റുന്നത്. ഇന്ന് ഈവൺ സയൻസ് കഴിഞ്ഞ കുട്ടികളും അതേപോലെ കൊമേഴ്സ് കഴിഞ്ഞ ഈവൺ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ACCA ചൂസ് ചെയ്യുന്നുണ്ട്. സോ ACCAൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ആണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളത്. ഞാൻ ഒന്ന് ACCAൻ്റെ മൊത്തം ഒരു 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 കരിക്കുലം ഒന്ന് പറയാം. ആക്ച്വലി ഇപ്പോൾ പ്രസൻറ്റ് സിലബസ് ഇറ്റ്സ് ഗോയിങ് ടു ബി ചേഞ്ച്ഡ് ബൈ 2027. അപ്പോൾ പ്രസൻറ്റ് സിലബസിൽ 13 പേപ്പറാണുള്ളത്. 13 പേപ്പറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 സ്റ്റേജാക്കി മാറ്റാം. ആദ്യത്തെ സ്റ്റേജ് നോളജ് മൊഡ്യൂൾ. നോളജ് മൊഡ്യൂളിൽ 3 പേപ്പറാണ് വരുന്നത്, പക്ഷേ 4 പേപ്പറായിട്ട് കൗണ്ട് ചെയ്യാം. കാരണം ഈ 4 പേപ്പർ, ആദ്യത്തെ 4 പേപ്പറിൻ്റെ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഡിമാൻഡ് എക്സാമാണ്. ഓൺ ഡിമാൻഡ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ യു ആർ റെഡി ടു ടേക്ക് ദ എക്സാം ആ സമയത്ത് പോയിട്ട് എഴുതാം. ദർ ഇസ് നോ ഫിക്സഡ് ഡേറ്റ്. അത് മാത്രമല്ല, ഈ ഒരു എക്സാമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിലാണ് എക്സാം എഴുതേണ്ടത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ 3 മണിക്കൂർ കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് റിസൾട്ട് അപ്പം തന്നെ. സാധാരണഗതിയിൽ നമ്മൾ എക്സാം എങ്ങനെയാണ്, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിസൾട്ട് വരിക. ബട്ട് ആദ്യത്തെ 4 പേപ്പർ, ഈ ഓൺ ഡിമാൻഡ് എക്സാം എന്നുള്ള 4 പേപ്പറിൻ്റെ റിസൾട്ട് വരുന്നത് ഓൺ ദ സ്പോട്ടാണ്. ദെൻ കംസ് സ്കിൽ മൊഡ്യൂൾ. സ്കിൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓൺ ഡിമാൻഡ് എക്സാം അല്ല, ഓരോ ക്വാർട്ടറിലും എക്സാംസ് ഉണ്ടാവും. ഓരോ ക്വാർട്ടറിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അറ്റംപ്റ്റിൽ 4 പേപ്പേഴ്സ് വരെ എടുക്കാമെന്നാണ് പറയുന്നത്. ബട്ട് നോർമലി സ്റ്റുഡൻസ് എടുക്കാതെ ഒരു പേപ്പറാണ്. സ്കിൽ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 5 മുതൽ 9 വരെയുള്ള പേപ്പേഴ്സാണ്. 5 പേപ്പറാണ് ടോട്ടൽ സ്കിൽ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ ഈ 5 മൊഡ്യൂളും 5 പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വാർട്ടറിൽ ഓരോന്നോ അല്ലെങ്കിൽ 2 വെച്ചിട്ട് എഴുതാം. 2 വെച്ചിട്ട് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇതും ഓൺലൈൻ എക്സാമാണ്, പക്ഷേ ഒബ്ജക്റ്റീവ് അല്ല. അതിൽ എന്തായാലും സംസ് ഉണ്ടാവും, അതേപോലെ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി ഒരു മാസം നമ്മൾ എന്ത് ചെയ്യണം, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, റിസൾട്ട് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് വന്നിട്ട് അടുത്ത പേപ്പർ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 5 പേപ്പർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിൽ മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എനിവേ സ്കിൽ മൊഡ്യൂൾ കഴിഞ്ഞു. പിന്നെ പ്രൊഫഷണൽ ലെവൽ, P ലെവൽ എന്നാണ് പറയുക. P ലെവലിൽ നമുക്കുള്ളത് 4 പേപ്പർ തന്നെയാണ്. അപ്പം മൊത്തം നോളജ് മൊഡ്യൂളിൽ 4 പേപ്പർ, സ്കിൽ മൊഡ്യൂളിൽ 5 പേപ്പർ, 4+5 9 പേപ്പർ പ്ലസ് 4 പേപ്പർ 13 പേപ്പേഴ്സാണ് എടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഈ 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P ലെവൽ എക്സാംസും സെയിം ആസ് ദാറ്റ് ഓഫ് സ്കിൽ മൊഡ്യൂൾ എക്സാം. ഈ ഓരോ ക്വാർട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം, 1-2 വെച്ച് പേപ്പർ എക്സാം എഴുതാം. അപ്പോൾ ഈ രീതിയിൽ 13 പേപ്പറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ACCA കംപ്ലീറ്റ് ചെയ്തു. ഈ ACCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടും എന്നുള്ളതാണ് മാർക്കറ്റിലൊരു ധാരണ. പക്ഷേ നമ്മൾ എപ്പോഴും കോഴ്സ് കഴിഞ്ഞിട്ട് 1 വർഷമെങ്കിലും എന്ത് ചെയ്യണം, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ലേൺ ചെയ്യാൻ പറ്റും, ഒരു ട്രെയിനിങ് പീരീഡ് ആയിട്ട് കണക്കാക്കണം. ബട്ട് അതിനിടയിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ക്ലിയർഡ് ACCA വിൽ ഗെറ്റ് ദ ജോബ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ കരിക്കുലം മേ ബി ഒരു 2 വർഷം 2.5 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ACCA പേപ്പേഴ്സൊക്കെ കംപ്ലീറ്റ്, ഓരോ പേപ്പർ വെച്ച് എഴുതിയാൽ പോലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈവൺ ദോ ഈ 2.5 വർഷത്തിൻ്റെ കൂടെ 1 വർഷം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കണം. മേ ബി ഒരു 3-3.5 വർഷം നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ് അടക്കം ചെയ്യാൻ പറ്റും, നമുക്ക് ACCA കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ധാരണ. ACCA കുറിച്ചുള്ള കുറേ ഗ്ലോറിയസ് അല്ലെങ്കിൽ കുറേ നല്ല വശങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ACCAയിൽ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ACCA ചൂസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഈ ഇഷ്യൂസ് പറയുന്നത്. ഒരുപാട് കാലമായിട്ട് കുട്ടികളെ കണ്ട്, കുട്ടികളെ പരിചയപ്പെട്ട്, കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൽ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. എനിവേ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ഒരു 5 or 6 ഇഷ്യൂസ് ഓഫ് ACCA സ്റ്റുഡൻസ്. അതിൽ ഒന്നാമത്തത് നമ്മൾക്ക് എപ്പോഴും നമ്മൾ പറയുന്നത്, ഈ ഒരു കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആവുന്നത് എന്തുകൊണ്ടാണ്, ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. പലപ്പോഴും ആൾക്കാർ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നത് ഒരു പേപ്പർ വൈസായിട്ട് എക്സാം എഴുതാം എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. സത്യത്തിൽ ഈ അഡ്വാൻറ്റേജ് തന്നെയാണ് പ്രാക്ടിക്കലി ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഈ നോളജ് മൊഡ്യൂളിൽ ആദ്യത്തെ 4 പേപ്പർ ഓൺ ഡിമാൻഡ് എക്സാമാണ്. ഈ ഓൺ ഡിമാൻഡ് എക്സാമിലേക്ക് വരുമ്പോൾ ഒരു പേപ്പർ കഴിഞ്ഞിട്ട് നമ്മൾ 10-15 മേ ബി 20 ദിവസം പഠിക്കാൻ എടുത്തു കഴിഞ്ഞാലും കുട്ടികൾ എന്ത് ചെയ്യും, എക്സാം എഴുതാനുള്ള പേടി ഉണ്ടാവും, ഫിയർ ഉണ്ടാവും. ഫിയർ എന്താണെന്നറിയോ, ഫിയർ ഓഫ് ഫെയിലിയർ. ഈ എക്സാം തോറ്റു പോയാൽ ഞാൻ എന്ത് ചെയ്യും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫെയിലിയർ ഉണ്ടായത് കൊണ്ട് തന്നെ പല കുട്ടികളും എന്ത് ചെയ്യില്ല, അവർ എക്സാം എഴുതില്ല. അവർ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും, പ്രിപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേ വോണ്ട് ടേക്ക് ദ എക്സാം. ഇപ്പോൾ എക്സാം എഴുതാണ്ട് എന്ത് ചെയ്യും, മേ ബി അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ അടുത്ത രണ്ടാമത്തെ പേപ്പറിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ട് അവർ ക്ലാസ്സിലേക്ക് പോയിരിക്കും. ഈ ക്ലാസ്സും കഴിയും. ഈ ക്ലാസ് കഴിയുമ്പോൾ എന്താ പ്രശ്നം, നമ്മൾ ഒന്നാമത്തെ പേപ്പർ എക്സാം എഴുതാണ്ട് രണ്ടാമത്തെ പേപ്പറിൻ്റെ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പേപ്പർ ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ എല്ലാ ഗുണവും നമുക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു പോയിരിക്കും, നമ്മൾ മറന്നു പോയിരിക്കും, പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടാവും, മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാധനം. ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള അഡ്വാൻറ്റേജസിന് നിങ്ങൾ അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ എക്സാം ഫിയർ എന്നുള്ള ആ സാധനം മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് വെച്ചാൽ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. അതേപോലെ ഈ ക്ലാസ്സസിൻ്റെ ഇടയിലുള്ള ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ല, 1-2 ദിവസം ലീവൊക്കെ വരും. ഈ ലീവ് ഡേയ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് എൻ്റെ എക്സാം പ്രിപ്പറേഷൻ ടൈമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആ രീതിയിൽ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുക. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, നോട്ട് വിത്ത് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ സമയത്ത് അവരെന്ത് ചെയ്യും, വളരെ ലാവിഷായിട്ട് ഒരു എൻ്റർടൈനിങ് മൂഡിലായിരിക്കും ക്ലാസ്സിലിരിക്കുക. ഇത് ACCA ഒരു പേപ്പറല്ലേ എഴുതണ്ടു, എന്നിട്ട് എന്ത് ചെയ്യും, എക്സാം ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ തുടങ്ങും. ഇവിടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫെയിലിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ടാക്കിൾ ഇറ്റ്. ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. നല്ല മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ധൈര്യത്തോടെ പോയിട്ട് എക്സാം എഴുതുക. ഈ എക്സാം ഫിയർ എന്നുള്ളത് ഒരു വലിയൊരു ഫാക്റ്റാണ്. വെൻ കംസ് ടു ACCA ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എക്സാം ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, എക്സാമിന് പോയിട്ട് എക്സാം എഴുതി ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ എഫക്ട് മൈ കോൺഫിഡൻസ്. ആക്ച്വലി നമ്മൾ ഒരു പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് എഫക്ട് യുവർ കോൺഫിഡൻസ്. മറിച്ച് ഇറ്റ്സ് എ ലേണിംഗ്. നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ അടുത്ത എക്സാമിന് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാൻ എന്ത് ചെയ്യും, നിങ്ങളെ പ്രാപ്തരാക്കും. ആർക്കാണിത് ലേണിംഗ് എല്ലാം ഉണ്ടാവുക, ആരുടെ കോൺഫിഡൻസ് ആയത് പ്രശ്നമാക്കുക, ഫെയിലിയർ ആരുടെ കോൺഫിഡൻസിനെ ബാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാണ്ട് കുറേ സ്കിപ്പ് അടിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ട് പോയി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ ആളുടെ കോൺഫിഡൻസിനെ എന്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ബാധിക്കും. അൺലെസ് ഒരു നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത കുട്ടി പോയി എക്സാം എഴുതി മോക്കും എവറിത്തിങ് നന്നായിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് തോറ്റിട്ടുണ്ടെങ്കിൽ ആൾ ലേൺ ചെയ്യും, എവിടെയാണ് എൻ്റെ മിസ്റ്റേക്സ് നോക്കിയിട്ട് എന്ത് ചെയ്യും. So I think this is the main one practical problem when it comes to ACCA. അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓരോ എക്സാംസും കോസ്റ്റ്ലി ആണ്. ഓരോ എക്സാമിനും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്നില്ലേ ഓരോ എക്സാമായിട്ട് എഴുതാം, യെസ് ഇറ്റ്സ് അഡ്വാൻറ്റേജ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി എക്സാംസ് കോസ്റ്റ് 12,000 to 15,000. ഒരു 12,000 മുതൽ 15,000 രൂപ വരെ എന്ത് ചെയ്യും, ഓരോ എക്സാമും കോസ്റ്റ് ചെയ്യും. അത് ഡിഫറെൻ്റ് ആണ്. സ്കിൽ മൊഡ്യൂളിൽ വരുമ്പം കുറച്ച് കൂടും, അതുപോലെ P ലെവലാകുമ്പം അതിനേക്കാൾ കുറച്ച് കൂടും. എനിവേ ആവറേജ് എടുക്കുന്ന സമയത്ത് ഒരു 15,000 ഒക്കെ എന്ത് ചെയ്യും, നമുക്കൊരു എക്സാമിന് കോസ്റ്റ് ആവും. സോ ഒരു എക്സാം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കോൺഫിഡൻസ് ലൂസ് ആവുന്നുള്ള പേടി മാത്രമല്ല, നമ്മൾ പൈസ പോകുന്നുള്ള പ്രശ്നം കൂടി ഉണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അറ്റംപ്റ്റ് എടുക്കരുത്. പഠിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. കെയർലെസ് അറ്റംപ്റ്റ് വിൽ ബി മോർ കോസ്റ്റ്ലി. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് 2 കെയർലെസ് അറ്റംപ്റ്റ് 1 സ്മാർട്ട് അറ്റംപ്റ്റ് ഈസ് ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് ആദ്യം പറഞ്ഞ അതേ സൊല്യൂഷൻ തന്നെയാണ് ഇത്. നമ്മൾ പേടിക്കാണ്ട് നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ. ദ തേർഡ് പോയിന്റ്, തേർഡ് ഇഷ്യൂ കംസ്, നമ്മൾ ഒരു പ്രാവശ്യം എക്സാം എഴുതി ഫെയിലായെന്ന് വെച്ചോളൂ. ഈ ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഏത് പേപ്പർ എടുക്കണം, വലിയൊരു കൺഫ്യൂഷനാണ്. ഞാനൊരു റിയൽ എക്സാമ്പിൾസ് പറയാം. ലൈക്ക് ഒന്നാമത്തെ പേപ്പർ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസം കിട്ടി. ഈ 15 ദിവസത്തിൽ നമ്മൾ പഠിച്ചു, എക്സാം എഴുതി, അത് ഫെയിലായി വരുമ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് പേപ്പർ തുടങ്ങിയിട്ടുണ്ടാവും. അത് നോളജ് മൊഡ്യൂളിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ. ഈ സെക്കൻഡ് പേപ്പറിൻ്റെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ എന്താണ്, നമ്മളിത് രണ്ടാമത് എക്സാം എഴുതണോ, ആദ്യത്തെ പേപ്പർ എക്സാം എഴുതണോ, എല്ലാം ഈ രണ്ടാമത്തെ പേപ്പറിൽ ക്ലാസ്സിലിരിക്കണം എന്നുള്ളൊരു ഡൗട്ട് വരും നമ്മൾക്ക്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ACCAയിൽ വന്നതിന് ശേഷമാണ് ഈ പേപ്പർ വൈസ് എന്നുള്ളൊരു സാധനത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും +2 പഠിക്കുമ്പോഴും നമ്മൾ ഒരുപാട് പേപ്പർ ഒന്നിച്ച് എക്സാം എഴുതിയത് അല്ലേ, ഒന്നിച്ച് തന്നെയാണ് പഠിച്ചത്. നമ്മൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് സയൻസും അതേപോലെ ഹിസ്റ്ററിയും പഠിച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് ACCAയിൽ എന്തുകൊണ്ട് പഠിച്ചുകൂടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈവൻ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ കൂടിയും രണ്ടാമത്തെ പേപ്പർ ക്ലാസ്സിലിരിക്കുക. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം ഉണ്ടാവും അല്ലേ, ഒരു സമയം ഒരു 5 മണി വരെ ക്ലാസ് കഴിഞ്ഞാൽ മേ ബി 4 മണിക്കൂറോളം ഉണ്ടാവും. ഈ 4 മണിക്കൂറിൽ ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്നത് എന്ത് ചെയ്യുക, 3 മണിക്കൂർ പഠിക്കുക, ബാക്കി 1 മണിക്കൂർ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യത്തെ പേപ്പറിൻ്റെ എടുക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു റിതത്തിൽ തന്നെ പോവുക. ഈ ഒരു കൂട്ടത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക,
ഒരു സിനർജി ഗെയിൻ ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താ നമ്മൾ ഐസൊലേറ്റഡ് ആവും. കാരണം നമ്മൾ എക്സാം ഫെയിൽ ആയതുകൊണ്ട് രണ്ടാമത്തെ പേപ്പറിൽ ഇരിക്കുന്നില്ല, ഇതന്നെ ഒന്നും കൂടി പഠിക്കാന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റഡ് ആയി പോകും. നമ്മളെ ക്ലാസ്സിലെ കുട്ടികൾ ആ ബാച്ച് അങ്ങനെ എന്ത് ചെയ്യും, മുമ്പോട്ടേക്ക് പോകും. ഞാനിത് പറയുന്നത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിലിരുന്നിട്ട് ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണ്. ഇനി ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ എനിവേ ഇൻഡിവിജ്വലി നിങ്ങൾ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫെയിലായ എക്സാമിനെ ഒന്നുകൂടി എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം. അത് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. ഓൺലൈനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. എനിവേ അടുത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂറേഷനാണ്. സത്യത്തിൽ ACCA പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്യൂറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് 2.5 വർഷമാണ് അല്ലെങ്കിൽ 2 വർഷമാണ്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലെക്സിബിൾ ആണ്, അതിന് ടൈം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഇടയിൽ എക്സാംസ് ഒക്കെ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാം ഫെയിലായി കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഇങ്ങനെ കൂടി വരും. അത് മാത്രമല്ല, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ സമയത്താണെങ്കിൽ നമ്മളെ ക്ലാസ്സിലിരിക്കുന്ന ഫ്രണ്ട്സൊന്നും ആയിരിക്കില്ല അടുത്ത ബാച്ചിലേക്ക് ഉണ്ടാവുക. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ബാക്കിലായിട്ടുണ്ടാവും, നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലായിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി പോകും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അതാണ് ഈ ഡ്യൂറേഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ കൂടും. അപ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇതിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അതർ കോഴ്സസ് പോലെ ഒരു ബാച്ച് തന്നെ ആയിട്ട് നമ്മൾക്ക് എക്സാം എഴുതി ക്ലാസ്സിൽ ഇരുന്നിട്ട് മുമ്പോട്ട് പോകണമെന്നില്ല. സം ടൈം ഐ വിൽ ബി അലോൺ. ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഒറ്റക്കന്നെ ഇരുന്ന് പഠിക്കേണ്ടി വരും. ആ രീതിയിലൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഹാവ് എ ഫ്രണ്ട് ഗ്രൂപ്പ്. ഈ ഫ്രണ്ട് ഗ്രൂപ്പ് എന്ത് ചെയ്യുക, 4-5 ആൾക്കാർ അല്ലെങ്കിൽ ക്ലാസ്സിലിരുന്ന ആൾക്കാർ നല്ല വൃത്തിയിലൊരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് ബിഫോർ ദ എക്സാം എവറി വൺ പ്രിപ്പയർസ് വെൽ. അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. ഒരുപാട് ഡിസ്കഷൻ, ഗ്രൂപ്പ് സ്റ്റഡീസ്, അതേപോലെ മോക്ക് എക്സാംസ് ഒക്കെ എടുക്കുക. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ടു പാസ് ഇൻ എവറി അറ്റംപ്റ്റ്. അപ്പോൾ എല്ലാ അറ്റംപ്റ്റും ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലല്ലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം IIM കേസിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നിച്ച് തുടങ്ങിയിട്ട് 13 പേപ്പറും എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്ത് പോയി ഒരുപാട് കുട്ടികളുണ്ട്. അതിന് തന്നെ എക്സാമ്പിളായിട്ട് പറയുന്ന ലാസ്റ്റ് ഇയറിൽ 4 ഗേൾസ് വന്നിട്ടുണ്ടായിരുന്നു ഇൻ സെയിം സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞിട്ട്. അവർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ 13 പേപ്പറും ഫസ്റ്റ് അറ്റംപ്റ്റ് എവ്രി വൺ ടുഗെദർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തീർത്തു പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ തീർത്തു പോകുന്നത് ഇറ്റ് നീഡ്സ് സം പെർസിവറൻസ്, ഇറ്റ് നീഡ്സ് സം ഹാർഡ് വർക്ക്. ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ACCA ഓഫ് കോഴ്സ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനി അടുത്തൊരു ഇഷ്യൂ, ACCAൻ്റെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. PER എന്ന് പറയും. PER പല കുട്ടികളും 13 പേപ്പർ പാസ്സാകുന്നതിന് മുമ്പേ മേ ബി 9 പേപ്പർ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോകാം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിന് പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അത് മോശമെന്നല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ അതിലൊരു പ്രശ്നം കിടക്കുന്നത് എന്താ അറിയോ, നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി 9 പേപ്പർ കഴിഞ്ഞു, നമ്മൾ ഒരു ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ സമയം. ഇനി എങ്ങാനും കിട്ടിയാലും നമ്മൾക്ക് എന്ത് ചെയ്യും, സംടൈം ഇറ്റ് മേ എഫക്റ്റ് യുവർ സ്റ്റഡീസ്. നിങ്ങളുടെ ഫൈനൽ പേപ്പർ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സ്റ്റാർട്ട് ട്രെയിനിങ് ഈവൺ അറ്റ് ദ കംപ്ലീഷൻ ഓഫ് സ്കിൽ മൊഡ്യൂൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ACCAൻ്റെ ഡ്യൂറേഷൻ 2-2.5 വർഷമാണ് ഫോർ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഈ 2.5 വർഷമാണെങ്കിലും ഒരു വർഷം ഈ പേപ്പർ കഴിഞ്ഞിട്ട് ഒരു വർഷം നിങ്ങൾ ട്രെയിനിങ് പീരീഡായിട്ട് എന്ത് ചെയ്യുക, അത് കണക്കാക്കുക. എന്നിട്ട് എന്തെങ്കിലും അതിനു വേണ്ടി മാറ്റി വെക്കുക. മേ ബി ഡ്യൂറേഷൻ 3 വർഷം 3.5 വർഷം, പക്ഷേ നിങ്ങൾക്ക് ആ ട്രെയിനിങ് കൃത്യമായി കിട്ടും. ആ ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോബും ഓഫ് കോഴ്സ് കിട്ടും. സോ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, നമുക്ക് ACCA പ്ലാൻ ചെയ്യാൻ പറ്റുക. അതേപോലെ വേറൊരു മേ ബി ചെറിയൊരു പ്രോബ്ലം ആയിരിക്കാം, ടു മെനി സ്റ്റഡി മെറ്റീരിയൽസ്. Kaplan ഉണ്ട്, VPP ഉണ്ട്, ഒരുപാട് വർക്കിംഗ് നോട്ട്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഇതെല്ലാം പഠിച്ചെടുക്കാൻ നോക്കും. എപ്പോഴും എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചോയ്സ് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഇൻ ദാറ്റ് ഏരിയ ഈസ് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കുക. പക്ഷേ സ്റ്റഡി കിറ്റ്, മാക്സിമം സ്റ്റഡി കിറ്റ്, ഒരുപാട് സ്റ്റഡി കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദ മെയിൻ പ്രോബ്ലം വെൻ കംസ് ടു ACCA ഈസ് ഫിയർ ഓഫ് ഫെയിലിയർ. സത്യത്തിൽ ഇന്നലെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഓവർകം ദ ഫിയർ ഓഫ് ഫെയിലിയർ. എനിവേ ഫിയർ ഓഫ് ഫെയിലിയറിലേക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ACCA. കാരണം ഓരോ തവണയും നമുക്ക് എക്സാം എഴുതണം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ നോളജ് മൊഡ്യൂളൊക്കെ ആണെങ്കിൽ ഓൺ ദ ടേബിൾ നമ്മൾ എക്സാം എഴുതി ഉടനെ തന്നെ റിസൾട്ട് വരികയാണ്. സോ ഫിയർ അല്പം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഫിയർ എന്താണ്, എക്സാം ഫിയർ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ചില ആൾക്കാർക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നായിരിക്കും. അതായിരിക്കും ഒരു പേടി. സത്യത്തിൽ എല്ലാവരും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ആരും നിങ്ങളെ കളിയാക്കില്ല, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ. മേ ബി 100-ൽ 1-2 ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നെഗറ്റീവ് വേർഡ് പറഞ്ഞു തന്നിരിക്കും. ഈവൻ ഞാനൊരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു, അതിൽ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു നെഗറ്റീവായിട്ട് റിപ്ലൈ ചെയ്തിട്ടില്ല. അതേപോലെ രണ്ടാമത്തെ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, ഈ ഫെയിൽഡ് ഇതെൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. സത്യത്തിൽ ഇത് കോൺഫിഡൻസിനെ ബാധിക്കില്ല. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി എ ലേണിംഗ്. ഒരു ഫെയിലിയർ വിൽ ബി എ ലേണിംഗ്, നോട്ട് ദ
ഇറ്റ് വോണ്ട് എഫക്ട് യുവർ കോൺഫിഡൻസ് ഓർ സംതിങ്. എനിവേ, ഇങ്ങനെ ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് സംസാരിച്ച് IIMലൊക്കെ നമുക്ക് അതിന് എന്താ പറയുക, മേ ബി യു ക്യാൻ ടോക്ക് ടു മീ, അല്ലെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫാക്കൾട്ടീസ് ഉണ്ട്, ഇവരോടൊക്കെ സംസാരിച്ച് നിങ്ങളൊരു കംഫർട്ടബിൾ സോണിലെത്തുക. എനിവേ, ഇതാണ് ACCA കുറിച്ച്. ACCA കോഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, അതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം, പേപ്പർ ചൂസ് ചെയ്യാം. പക്ഷേ ഈ അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അതിനെ ഡിസ്അഡ്വാൻറ്റേജസ് ആക്കി മാറ്റാൻ പറ്റില്ല. പ്രാക്ടിക്കലി ഞാൻ കാണുമ്പോൾ കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഡ്വാൻറ്റേജിനെ നേരെ ഡിസ്അഡ്വാൻറ്റേജ് ആക്കി മാറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. എനിവേ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.